ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ ഈ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് ആയി മാറും. അത് ഞാൻ തരുന്ന ഉറപ്പ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്? ബേസിക്കലി നിങ്ങൾ എന്താണ് 3 ഡയമെൻഷണൽ സ്പേസ്, 3 ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഇതാ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഇപ്പോൾ ഇവിടെ 1 ആണ് ഈ പോയിന്റ് എങ്കിൽ ഇവിടെ 2 ആണ് ഈ പോയിന്റ് എങ്കിൽ നമ്മൾ 1,2 എന്നാണ് മാർക്ക് ചെയ്യുക. എക്സിലെ 1 വൈയിലെ 2 1,2 എന്നാണ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഒരാൾ കൂടി, അതായത് മൂന്നാമത് ഒരാൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെഡ് കോർഡിനേറ്റ്. സെഡ് കോർഡിനേറ്റ്. എടാ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളിപ്പോൾ ഒരു റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു റൂമിൻ്റെ ഒരു മൂല നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആ മൂലയിൽ നിന്ന് നേരെ ഒരു ലൈന് പോകുന്നുണ്ടാവും, ഇങ്ങോട്ടേക്ക് പിറകിലൂടെ ഒരു ലൈന് പോകുന്നുണ്ടാവും, നേരെ കുത്തൻ ഒരു ലൈനും പോകുന്നുണ്ടാവും. അപ്പോൾ അത് 3 ആക്സിസുകളായിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് വൈ സെഡ് ആക്സിസുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്പേസിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നുണ്ട്. ആ പെന്ന് നിങ്ങളിങ്ങനെ സ്പേസ് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചോ. നിങ്ങളുടെ കൈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മളൊരു പോയിന്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഈ പോയിന്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അത് 3 കോർഡിനേറ്റ്സുകൾ വേണം. സ്പേസിലല്ലേ ഉള്ളത്. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും വേണം. അത് 3 വെച്ചിട്ടാണ് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. സിമ്പിൾ കാര്യമാണ്. പിന്നെ നോക്കിക്കോ, നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 ആക്സിസുകളും 3 പ്ലെയിനും കാണാൻ പറ്റും. ഇതെങ്ങനെയാണെന്നറിയോ 3 പ്ലെയിന് വരിക? ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ റൂമിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗമല്ലേ, താഴെ ഒന്നിങ്ങനെ പിറകിലൂടെ ഒരു എക്സ് ആക്സിസും ആൻഡ് നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ഒരു വൈ ആക്സും പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളിപ്പം നിലത്ത് നിൽക്കുകയല്ലേ, അതായത് എക്സും വൈയും ആക്സിസുകൾ വരുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിൽ അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ കാലുള്ളത്. അപ്പോൾ ആ പ്ലെയിനെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സിസും വരുന്ന പ്ലെയിൻ ആയതുകൊണ്ട് ആ പ്ലെയിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ഗ്രീൻ പാർട്ട് കണ്ടോ, ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും വരുന്ന പ്ലെയിന് തന്നെ, സാധാ പ്ലെയിന്. അതിന് നമ്മൾ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും. ഈ ബ്ലൂ കണ്ടോ നിങ്ങൾ, ബ്ലൂ എന്ന് പറഞ്ഞാൽ എക്സെഡ് പ്ലെയിൻ, അതായത് എക്സ് ആക്സിസും എക്സ് ആക്സിസ് അതേപോലെ തന്നെ സെഡ് ആക്സിസും വരുന്ന ഒരു പ്ലെയിനാണ്. അതിനെ നമ്മൾ എക്സ് സെഡ് പ്ലെയിൻ എന്ന് പറയാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളി മനസ്സിലാവുമെന്നറിയോ? ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചോ, എൻ്റെ പുറകിലാണ് എക്സ് ആക്സിസ് ഉള്ളത്, കുത്തനെ സെഡ് ആക്സിസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിറകിലുള്ള ചുമരില്ലേ, അതാ എക്സ് സെഡ് പ്ലെയിൻ. ഓക്കെ, ആൻഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ചുമരില്ലേ, നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അതേപോലെ, അതായത് വൈ ആക്സിസും മുകളിലോട്ട് സെഡ് ആക്സിസും പോകുന്ന ഭാഗത്തുള്ള പ്ലെയിന് അതിനെ നമ്മൾ വൈ സെഡ് പ്ലെയിൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ വൈ സെഡ് പ്ലെയിൻ ആണ് ആക്ച്വലി റെഡ്. വൈ ആക്സിസും സെഡ് ആക്സിസും കടന്നു പോകുന്ന, അല്ലെങ്കിൽ അത് രണ്ടും കൂടിയുള്ള ആ ഒരു പ്ലെയിൻ. സിമ്പിളാണ്. ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം. 3 ആക്സിസുകളും 3 പ്ലെയിനും ആണ് ഉണ്ടാവുക. ഇനി അടുത്ത പോയിന്റ് എന്താണെന്നറിയാം? ഈ 3 പ്ലെയിനുകളും 3 പ്ലെയിൻസ് ഡിവൈഡ് സ്പേസ് ഇൻറ്റു 8 ഒക്ടൻസ്. നമ്മൾ ആ സ്പേസിനത് 8 ഒക്ടൻറ്റുകളാക്കി മാറ്റുന്നുണ്ട്. എന്താണ്? 8 ഒക്ടൻസുകളാക്കി മാറ്റുന്നുണ്ട്. അതാ നോക്കിക്കോ, ഇവിടെ ഒരു ഒക്ടൻറ്റ്, ഇവിടെ അടുത്ത ഒക്ടൻറ്റ് രണ്ടാമത്തത്, ഇവിടെ 3ാമത്തെ ഒക്ടൻറ്റ്, 8 ഭാഗങ്ങളാക്കി മാറ്റും. ഇവിടെ കാണുന്നത് 4ാമത്തെ ഒക്ടൻറ്റ്. അപ്പോൾ ഈ 4 എണ്ണം ഇവിടെ ഉള്ളതുപോലെ തന്നെ 4 എണ്ണം ഇവിടെയും വരും, താഴെയും വരും. ടോട്ടൽ നമുക്ക് 8 ഒക്ടൻറ്റുകൾ ഉണ്ടാവും. സിമ്പിൾ കാര്യമാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, 8 ഒക്ടൻറ്റുകൾ എന്നാ പറയാ, 8 ഭാഗം. നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സും വൈയും വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയൂലേ, അതേപോലെ സ്പേസിന് നമ്മൾ ആക്സിസുകൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുക 8 ഭാഗങ്ങളാണ്, അതായത് 8 ഒക്ടൻറ്റുകളാണ് കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലാക്കി നോക്കുക. ഇനി അടുത്ത കാര്യം, നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, 2 ഡയമെൻഷണൽ സ്പേസിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യണേ. ആ പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ, എക്സ് ആക്സിലെ പോയിന്റ് അതാ നോക്ക്, പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക x,0 എന്നാണ്. അതെന്താ 0? വൈ കോർഡിനേറ്റ് അവിടെ 0 ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ 3 ഡയമെൻഷണൽ സ്പേസിൽ എക്സ് ആക്സിസിൽ നിങ്ങളൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവും, വൈയും സെഡും 0 ആയിരിക്കും. വൈ ആക്സിലെ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എക്സും സെഡും 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവും. ഇനി സെഡ് ആക്സിലെ പോയിന്റ് ആണെങ്കിൽ എക്സും വൈയും 0, സെഡ് മാത്രമേ ഉണ്ടാവും. എക്സാമ്പിൾ നോക്ക്, ഒരു പോയിന്റ് ഇങ്ങനെ തന്നു, 0 - 1 0.
എക്സും സെഡും 0, വൈ കോർഡിനേറ്റ് മാത്രമേ ഒരു നമ്പർ, അതായത് 0 അല്ലാത്തൊരു നമ്പർ ഉള്ളൂ. അങ്ങനെയാണ് ഇത് എവിടുത്തെ പോയിന്റ് ആയിരിക്കും? വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. 0 0 4, സെഡ് കോർഡിനേറ്റ് മാത്രമേ നിങ്ങൾക്ക് 4 ആയിട്ട്, അതായത് ഒരു 0 അല്ലാത്തൊരു നമ്പർ ഉള്ളൂ. അപ്പോൾ ഇത് എവിടുത്തെ പോയിന്റ് ആയിരിക്കും? സെഡ് ആക്സിലെ പോയിന്റ് ആയിരിക്കും. സിമ്പിൾ. ഇനി എക്സ് വൈ പ്ലെയിനിലെ പോയിന്റും എക്സ് സെഡ് പ്ലെയിനിലെ പോയിന്റും വൈ സെഡ് പ്ലെയിനിലെ പോയിന്റും ഒക്കെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? ഭയങ്കര ഈസിയാടാ. എക്സ് വൈ പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് വൈ നല്ല ഉള്ളത്, അപ്പോൾ ഇല്ലാത്തത് ഒരാൾ സെഡാ, അപ്പോൾ അത് 0 ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. എക്സ് വൈ പ്ലെയിനിൽ നോക്ക്, എക്സ് വൈ പ്ലെയിനിൽ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് സെഡ് അവിടെ ആരായിരിക്കും 0 ആവുക? വൈ കോർഡിനേറ്റ് 0. സിമ്പിൾ. ഇതാ നിങ്ങളൊരു എക്സാമ്പിൾ നോക്ക്, -2 0 -3. അപ്പോൾ ഇത് എവിടുത്തെ പോയിന്റ് ആയിരിക്കും? ഇത് വൈ 0 ആയതുകൊണ്ട് എക്സും സെഡും 0 അല്ലാത്ത നമ്പർ എക്സ് സെഡ് പ്ലെയിനിലെ പോയിന്റ്. ഈസി അല്ലേ? ഇനി ഇതാ 0 1 3, എക്സ് 0 അല്ലേ, അപ്പോൾ വൈയും സെഡും ആണ് 0 അല്ലാത്ത നമ്പർ, അപ്പോൾ ഇത് വൈ സെഡ് പ്ലെയിനിലെ നമ്പർ, വൈ സെഡ് പ്ലെയിനിലെ പോയിന്റ്. ഈസി. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ട്രിക്കായിട്ട് പറഞ്ഞുതരാം. അതായത് 8 ഒക്ടൻറ്റുകളുണ്ട്. ഓരോ ഒക്ടൻറ്റിൽ വരുമ്പോൾ പോയിന്റ്സിൻ്റെ സൈന് നമ്മളത് കൃത്യമായിട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ സാധാരണ 2 ഡയമെൻഷണൽ സ്പേസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് പ്ലസ്, ഇത് പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ശരിയല്ലേ? പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് വൈ, നെഗറ്റീവ് വൈ. ഇവിടെ വരുന്ന പോയിന്റ്സ് എല്ലാം രണ്ടും പോസിറ്റീവാണ്. ഇവിടെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയിരിക്കും. ഇവിടെ വരയ്ക്കുന്ന സമയത്ത് എക്സ് നെഗറ്റീവും വൈ നെഗറ്റീവാണ്. ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഇങ്ങനെയാണ് പോയിന്റ്സിൻ്റെ സൈന് വരിക. സിമ്പിൾ കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 3 -2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പോയിന്റാണ്, 4th ക്വാഡ്രൻറ്റിൽ. അതേപോലെ ഓരോ കോർഡിനേറ്റ്സിൻ്റെയും സൈന് നോക്കിയിട്ട് അതേത് ഒക്ടൻറ്റിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. നോക്കിയേ, ഫസ്റ്റ് ഒക്ടൻ്റ് ആകുമ്പോൾ എല്ലാം പോസിറ്റീവ്, സെക്കൻഡിൽ മൈനസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം, നോക്കിക്കോ. അതായത് നമ്മൾ ക്വാഡ്രൻറ്റിൻ്റെ കണക്കെടുക്കുമ്പോൾ 1 2 3 4, ഫസ്റ്റ് 4 ക്വാഡ്രൻറ്റിൽ പോയിന്റുകൾ എങ്ങനെയായിരിക്കും? എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആയിരിക്കും, എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണ്. ഇനി ഇതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ നിങ്ങൾ 5 6 7 8 എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നിങ്ങൾ അതേപോലെ ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുക. പ്ലസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്. അപ്പോൾ ഇതൊക്കെ നോക്ക്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, ആ ഒരു ഓർഡറിൽ തന്നെ വീണ്ടും എഴുതി. ഇതിൻ്റെ എല്ലാം അവസാനം നോക്കിക്കേ, ഇതിൻ്റെ എല്ലാം അവസാനം പ്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 ഒക്ടൻറ്റുകളിലെ പോയിന്റ്സിൻ്റെ സൈനായി. ഇതിൻ്റെ എല്ലാം അവസാനം നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത 4 ഒക്ടൻറ്റുകളിലെ പോയിന്റ്സിൻ്റെ സൈനായി. എന്ത് ഈസിയാണ് നോക്ക് നിങ്ങൾ. അപ്പോൾ ആദ്യത്തെ 4 ഒക്ടൻറ്റും കിട്ടി, അടുത്ത 4 ഒക്ടൻറ്റും കിട്ടി. ഞാൻ വെറുതെ 7ാമത്തത് എടുക്കുക. 7ാമത്തത് എടുക്കുമ്പോൾ മൈനസ് 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 മൈനസ്. ഇതെങ്ങനെ ഓർത്ത് വെക്കുക എന്നറിയോ? ആദ്യത്തെ 4 എണ്ണത്തിൻ്റെ അവസാനം വരുന്നത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അടുത്ത 4 എണ്ണത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ളതിൻ്റെ അവസാനം വരുന്നത് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു കണക്ഷൻ കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾ ക്വാഡ്രൻ്റ് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു പോയിന്റ് വരുന്നതെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഒന്ന് കാണാതെ ഒന്ന് വെറുതെ പറയാം. മൈനസ് പ്ലസ് മൈനസ്, ലാസ്റ്റ് മൈനസ് ആണ്, അപ്പോൾ 5 മുതൽ 8 വരെയുള്ളതാണ്. മൈനസ് പ്ലസ്, എക്സ് മൈനസ് വൈ പ്ലസ്, അങ്ങനെയാണെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലല്ലേ വരിക? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ആ പോയിന്റ് വരിക. ലാസ്റ്റത്തത് മൈനസ് ആണെങ്കിൽ സെക്കൻഡ് 2ാമത്തെ ക്വാഡ്രൻറ്റ്. നിങ്ങൾ അതിനോട് ഒരു 4 കൂട്ടി കൊടുത്താൽ മതി. 2 + 4 6, മൈനസ് പ്ലസ് മൈനസ്, ഇങ്ങനെയാണ് പോയിന്റ് കിട്ടുക. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നോക്ക് ക്വസ്റ്റ്യൻ, പ്ലസ് പ്ലസ് പ്ലസ്, ഇത് ഏത് ഒക്ടൻറ്റിലായിരിക്കും വരിക? സിമ്പിളാ, പ്ലസ് 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 ഫസ്റ്റ് ഒക്ടൻറ്റിലാണ് വരിക. അതിൽ വലിയ സംശയമൊന്നുമില്ല. ലാസ്റ്റത്തത് മൈനസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് വന്ന് നോക്ക്, പ്ലസ് മൈനസ് മൈനസ്. നിങ്ങളിതാ ഇത് വെറുതെ വേണമെങ്കിൽ ഒന്ന് വരച്ചിട്ടിടാ. പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ പ്ലസ് മൈനസ് മൈനസ്, അവസാനത്തത് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അവസാനത്തത് മൈനസ് അല്ലേ? അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? 4ാമത്തെ ക്വാഡ്രൻ്റ്, അവസാനത്തത് മൈനസ് ആണെങ്കിൽ 4ാമത്തെ ഒക്ടൻറ്റിലല്ലേ വരിക? ഒരു 4 കൂടി കൂട്ടുക, 8. അപ്പോൾ ഇത് ഏത് ഒക്ടൻറ്റിലാണ് വരിക? 8th. നോക്കി, ഇനി മൈനസ് പ്ലസ് മൈനസ്, ലാസ്റ്റത്തത് നെഗറ്റീവാണ്, അപ്പോൾ 5 to 8 വരിക. മൈനസ് പ്ലസ് സെക്കൻഡ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡിനോട് എന്തുകൂടി കൂട്ടി കൊടുക്കുക? ഒരു 4 കൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ 6th ഒക്ടൻറ്റിലാണ് പോയിന്റ് വരിക. അടുത്ത നോക്ക്, മൈനസ് മൈനസ് പ്ലസ്, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ്, ലാസ്റ്റത്തത് പ്ലസ് അല്ലേ? അപ്പോൾ എന്തായാലും ആദ്യത്തെ 4ലാണ് വരിക. മൈനസ് മൈനസ്, ആദ്യത്തെ 2 എണ്ണം മൈനസ് ആകുന്നത് തേർഡിലാണ്. അപ്പോൾ ഇത് വരുന്നത് തേർഡ് ഒക്ടൻറ്റിലായിരിക്കും.
സിമ്പിൾ. നോക്ക്, മൈനസ് മൈനസ് മൈനസ്, ആദ്യത്തെ രണ്ടെണ്ണം മൈനസ്, മൂന്നാമത്തത് മൈനസ്. ആദ്യത്തെ രണ്ടെണ്ണം മൈനസ് ആണെങ്കിൽ തന്നെ മൂന്നാമത്തതിലായി. അവസാനത്തത് മൈനസ് ആണെങ്കിൽ ആദ്യത്തെ 4 എണ്ണത്തിനുള്ളിലാണ് വരിക, അല്ല അടുത്ത 4 എണ്ണത്തിനുള്ളിൽ. അപ്പോൾ ഇതിനോടൊരു 4 കൂടി കൂട്ടിയാൽ മതി. 3നോട് ഒരു 4 കൂടിയും കൂട്ടിയാൽ 7th ഒക്ടൻ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഒക്ടൻ്റ് കണ്ടെത്തുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വെരി സിമ്പിൾ ട്രിക്ക്. ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ, അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇതൊക്കെ 1 വേർഡ് ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ആൻഡ് ഇതെന്തായാലും നിങ്ങളോട് ഒരു 3 മാർക്കിനും 4 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കും. ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ലൈൻസിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. അതായത് എൻ്റെ കയ്യിൽ ഒരു പോയിന്റ് x1 y1 z1 ഉണ്ട്, വേറൊരു പോയിന്റ് x2 y2 z2 ഉണ്ട്. ഈ 2 പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം എനിക്ക്. എ മുതൽ ബി വരെയുള്ള അകലം അല്ലെങ്കിൽ ലെങ്ത്. എങ്ങനെ ചെയ്യാമെന്നറിയാം? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇത്ര വരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചതാ, ഇത്ര വരെ. പ്ലസ് ഒരു z2 മൈനസ് z1 ഹോൾ സ്ക്വയർ കൂടി ഇട്ടിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ ആ ഡിസ്റ്റൻസ് കിട്ടി. സിമ്പിൾ ചോദ്യം. നോക്ക്, ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 130 മൈനസ് 4 65. ഞാൻ എന്താ ചെയ്യാന്നറിയോ? x1 y1 z1, രണ്ടാമത്തതിന് x2 y2 z2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം, ഇതിന് വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം. നമ്മളൊരു സൗകര്യാർത്ഥാണ് എ ബി എങ്ങനെ കണ്ടെത്തുക? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, അതായത് -4 മൈനസ് ഇവിടുത്തത് 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 6, y1 3, അപ്പോൾ 6 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ 5 മൈനസ് 0 ഹോൾ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. -4 -1 എന്ന് പറഞ്ഞാൽ -5 അല്ലേ, അപ്പോൾ -5 സ്ക്വയർ പ്ലസ് 6 മൈനസ് 3 3, 3യുടെ സ്ക്വയർ പ്ലസ് 5 മൈനസ് 0 5, 5ൻ്റെ സ്ക്വയർ. നോക്കുക ആൻസർ. -5ൻ്റെ സ്ക്വയർ 25, 3യുടെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയറും 25. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 25 25 50, 50 9 59, റൂട്ട് 59 എഴുതാം. ഇത്രയേ ഉള്ളൂ ആൻസർ. ഈ ഒരു സാധനമാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇക്വേഷൻ നോട്ട് ചെയ്യുക, ഇത് വെച്ചിട്ട് കണ്ടെത്തും. ഓക്കെ ആണേ. ഇനി ഈ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു 4 സാധനമുണ്ട്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുക, പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ 4 കണ്ടീഷൻ പഠിച്ച കാര്യങ്ങൾ പിന്നെ എളുപ്പമാണ്. ആദ്യത്തെ കണ്ടീഷൻ, ഒരു 3 പോയിന്റ്സ് തരും, 3 ഡയമെൻഷണൽ സ്പേസിലെ 3 പോയിന്റ്സ് തരും. അത് കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. എയും ബിയും സിയും 3 പോയിന്റ്സ് ആണ്. ഇത് കൊലീനിയർ എന്ന് പറഞ്ഞാൽ സെയിം ലൈൻ, ഇൻ എ ലൈൻ, ഇൻ എ സെയിം ലൈൻ, ഇൻ എ ലൈൻ, ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ് എന്നാണ് കൊലീനിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊലീനിയർ ആണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? വെരി സിമ്പിൾ. ഈ എ ബി എന്ന് പറയുന്ന നീളവും ബി സി എന്ന് പറയുന്ന നീളവും കൂടിയും കൂട്ടിയാൽ മൊത്തത്തിൽ എ സി കിട്ടും എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? എ ബിയുടെ നീളം കാണണം, ബി സിയുടെ നീളം കാണണം, രണ്ടും കൂടിയും കൂട്ടുക. എ സിയുടെ നീളത്തിന് ഈക്വൽ ആണോ അതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 3 പോയിന്റ്സ് കൊലീനിയർ ആണെങ്കിൽ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കണ്ടെത്തിയാൽ മതി. സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെ വരിക, ഇഫ് എ ബി സി ആർ വെർട്ടിസസ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകളാണ്. ഏത് ട്രയാങ്കിളിൻ്റെ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകളാണ് എയും ബിയും സിയും എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 3 സൈഡും, അതായത് എ ബിയും അതേപോലെ എ സിയും അതേപോലെ ബി സിയും ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ചെയ്യേണ്ടത് എന്താ? എ ബിയുടെ ലെങ്ത് കാണുക, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട്, ബി സി കാണുക, എ സി കാണുക, 3 ഈക്വൽ എന്ന് പറയാം. സിമ്പിൾ. അടുത്തത്, എയും ബിയും സിയും ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സുകളാണെന്ന് പറയുകയാണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ട്രയാങ്കിളൊക്കെ തന്നിട്ട് ആ ട്രയാങ്കിളിലെ ലെങ്ത്ത് 3 സൈഡിൻ്റെ ലെങ്ത്തും കാണാം, അതിൽ ഏതെങ്കിലും 2 ഈക്വൽ ആണെങ്കിൽ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസിലസ് ആയിരിക്കും. ഇനി അടുത്തത്, എയും ബിയും സിയും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ, റൈറ്റ് ആംഗിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സുകളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നോക്കി എ ബി സി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത്രയേ ഉള്ളൂ. അതിൽ ഏറ്റവും ലാർജസ്റ്റ് സൈഡ് ഇതാ നോക്കിയാൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ലാർജസ്റ്റ് സൈഡ് ആയിരിക്കും. ആ ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുക, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അത് ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ബേസിൻ്റെ സ്ക്വയറിനും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും കൂടി കണ്ടിട്ട് കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. ഈ തിയറത്തിന് നമ്മൾ പറയുന്ന പേരാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ട്രയാങ്കിൾസും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത്രയുള്ള പരിപാടി. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. എക്സാമിന് ചോദിക്കത ഇങ്ങനെയാണ്, ഷോ ദാറ്റ് ദ പോയിന്റ്സ് 3 പോയിന്റ്സ് ആർ കൊലീനിയർ. എങ്ങനെ ചെയ്താൽ മതി എന്നറിയോ? ഞാൻ ആദ്യം 3 പോയിന്റ്സിനെയും എ ബി സി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ്സും കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം എ ബി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്ക്. എ ബി നമ്മളുടെ ഡിസ്റ്റൻസ് ഫോർമുല ഞാൻ ഒന്ന് ഇവിടെ എഴുതാം. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. നിങ്ങളിത് പെട്ടെന്ന് ചെയ്താൽ നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കേ x2 - x1 1 - -2 1 - -2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1. നിങ്ങൾ x2 എടുത്ത ഇതാണെങ്കിൽ y2 ഇത് തന്നെ എടുക്കണം. അപ്പോൾ 2 - 3 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 5 ഹോൾ സ്ക്വയർ 3 - 5 ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഇതിൻ്റെ റൂട്ട് എടുത്ത് 1 + 2 3 അല്ലേ വരിക ഇത്. അപ്പോൾ 3 സ്ക്വയർ വരും. 3 സ്ക്വയർ പ്ലസ് ഇത് -1ൻ്റെ സ്ക്വയർ വരും. ഇത് -2ൻ്റെ സ്ക്വയർ വരും. എല്ലാം കൂടി കൂട്ടിയാൽ 9 + 1 + 4. അപ്പോൾ ആൻസർ എത്ര കിട്ടാൻ നോക്ക്. റൂട്ട് 15 ആണ് ആൻസർ വരിക. റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് കൊടുക്കണം, അത് നിർബന്ധം. സിമ്പിൾ, പ്രശ്നമൊന്നുമില്ല അല്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ എ ബി കണ്ടതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ആളെ കൂടി കണ്ടെത്തിക്കേ. എ ബി കണ്ടെത്തിയതുപോലെ തന്നെ ബി സിയും എ സിയും കണ്ടെത്തണം. ബി സി എടുക്കുന്ന സമയത്ത് ബി സി ഈക്വൽ ടു x2 - x1 ഹോൾ സ്ക്വയർ 7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ 0 - 2 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ -1 - 3 ഹോൾ സ്ക്വയർ. അങ്ങനെ തന്നെ ഇതാണ്, തെറ്റിക്കരുത്. എന്നിട്ട് ഇതിൻ്റെ റൂട്ട് നോക്ക്. 7 - 1 എന്ന് പറഞ്ഞാൽ 6, 6ൻ്റെ സ്ക്വയർ 36. 0 - 2 എന്ന് പറഞ്ഞാൽ 2 -2 സ്ക്വയർ 4 -1 - 3 എന്ന് പറഞ്ഞാൽ -4 -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16. അപ്പോൾ അതാ -4ൻ്റെ സ്ക്വയർ 16. ഇതെല്ലാം കൂടി എഴുതി, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കി. ഇത് കൂട്ടി നോക്കിയിട്ട് ആൻസർ കിട്ടുക 40 56 16 റൂട്ട് 56 എന്ന് കിട്ടും. റൂട്ട് 56 ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 4 × 9 എന്ന് എഴുതാം. അപ്പോൾ 3 റൂട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിന് തെറ്റില്ല. അതാ നോക്കിക്കേ, ചെറുതാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. 4 × 9 4 × 9 എന്നല്ല, 8 × 7 എന്ന് എഴുതാം. 8 × 7 8ൻ്റെ റൂട്ട് നമുക്ക് കിട്ടില്ല. അപ്പം എഴുതാൻ പറ്റുന്നത് 4 × 56ൻ്റെത് 28 14 4 × 14 എന്ന് എഴുതല്ലേ. ഇവിടുത്തതും 14 ആയിരിക്കുമല്ലോ. ഇവിടെ നമ്മൾ 15 എന്നല്ല എഴുതിയത്, സോറി കേട്ടോ. ഇവിടെ റൂട്ട് 14 ആണ് വരുന്നത്. 9 14. അപ്പോൾ അതാ നോക്ക്, 4 × റൂട്ട് 14 കിട്ടും. 4ൻ്റെ റൂട്ട് നമുക്കറിയാം 2 ആണ്. 14ൻ്റെ റൂട്ട് അറിയില്ല. അപ്പോൾ 2 റൂട്ട് 14 അങ്ങനെ നിൽക്കട്ടെ. 2 റൂട്ട് 14 നിൽക്കട്ടെ. ഇത് റൂട്ട് 14, അത് ആക്ച്വലി 2 റൂട്ട് 14. അത് മാറ്റിയത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ബി സി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ എ സി കണ്ടെത്താം. നിങ്ങൾക്ക് എ സി കണ്ടെത്തുന്ന സമയത്ത് x2 നിങ്ങൾക്ക് പോയിന്റ് x1 y1 z1 x2 y2 z2 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ 7 - -2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ 0 - 3 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ -1 - 5 ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇതിൻ്റെ റൂട്ട് നോക്കിക്കിടാം. 7 + 2 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. 9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. 0 - 3 -3ൻ്റെ സ്ക്വയർ 9 പ്ലസ് -1 -5 -6 -6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ നിങ്ങൾ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 90 + 36 റൂട്ട് 126 എന്ന് കിട്ടും. ഇത് നിങ്ങളിതാ ഇവിടെ റൂട്ട് 14 ഉണ്ട്, ഇവിടെ റൂട്ട് 14 ഉണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ 14ൻ്റെ ടേമിൽ എഴുതണം. അപ്പോൾ 14ൻ്റെ ടേമിൽ എഴുതുമ്പോണ്ടല്ലോടാ 9 × 14 എന്നാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇത് കിട്ടണം. അപ്പോൾ ഉള്ളിൽ റൂട്ട് 14 വരുന്ന രീതിയിൽ തന്നെ എഴുതണം. 9 × റൂട്ട് 14 എന്ന് പറഞ്ഞാൽ 126. 10 14 എന്ന് പറഞ്ഞാൽ 140. 140 ഒരു 14 കുറച്ചാൽ 126 കിട്ടും. അപ്പോൾ കറക്റ്റാ. 9ൻ്റെ റൂട്ട് 3 ആയതുകൊണ്ട് ഇത് 3 റൂട്ട് 14 എഴുതാം. 9ൻ്റെ റൂട്ട് 3 14 റൂട്ട് അറിയില്ല. അപ്പോൾ 3 റൂട്ട് 14. ഇനി നിങ്ങൾ നോക്കിക്കേ, ഞാൻ എ ബിയും ബി സിയും കൂടി ഒന്ന് കൂട്ടി നോക്കുകയാണ്. എ ബി + ബി സി നോക്കുന്ന സമയത്ത് എ ബി റൂട്ട് 14 ആൻഡ് ബി സി 2 റൂട്ട് 14. ഒരു റൂട്ട് 14 2 റൂട്ട് 14 കൂട്ടിയാൽ നമുക്ക് 3 റൂട്ട് 14 കിട്ടുക. 3 റൂട്ട് 14 എന്ന് പറയുമ്പോൾ അതായത് എ ബിയും ബി സിയും കൂട്ടുമ്പോൾ 3 റൂട്ട് 14. 3 റൂട്ട് 14 എന്ന് പറയുന്നതല്ലേ എ സി നോക്ക്. അപ്പോൾ എ ബിയും ബി സിയും കൂട്ടിയാൽ എ സിക്ക് ഈക്വൽ ആണ്. വിച്ച് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? എ ബി സി ആർ കൊലീനിയർ. എയും ബിയും സിയും എന്തായിരിക്കും? കൊലീനിയർ ആണ്. കൊലീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ്. ഈസി, പ്രശ്നമില്ല, സിമ്പിളാണ്. നമ്മൾ ചെയ്ത കാര്യം ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു കഷ്ടപ്പാടുമില്ല. ഈസി ആയിട്ട് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. വെരിഫൈ ദാറ്റ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. വെർട്ടിസസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാനിതാ ഇവിടെ എ
ഇവിടെ ബി, ഇവിടെ സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 സൈഡിന്റെ ലെങ്ത് കാണുക, ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഐസോസിലസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഷോ ദാറ്റ് എനി 2 സൈഡ്സ് ആർ ഈക്വൽ. ഞാൻ ആദ്യം ഇവിടുന്ന് എ ബി കാണുകയാണ്. എ ബിയുടെ ലെങ്ത് കാണുന്ന സമയത്ത് നമുക്കറിയാം ഫോർമുല x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇതിന് റൂട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു, റൂട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, x2 - x1. x2 എന്ന് പറഞ്ഞാൽ എന്താ? 1. x1 0 എടുക്കാം. 1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, അതായത് 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 -6 മൈനസ് ഇവിടെ -10 ഉണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കണം. അത് തെറ്റരുത്. അത് തെറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ഉത്തരം തെറ്റും. അങ്ങനത്തെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നമല്ല. 1 - 0 1, 1ന്റെ സ്ക്വയർ 1. 6 - 7 എന്ന് പറഞ്ഞാൽ -1, -1ന്റെ സ്ക്വയറും 1. -6 + 10 എന്ന് വരിക. -6 + 10 എന്ന് പറഞ്ഞാൽ 4. 4ന്റെ സ്ക്വയർ 16 അല്ല, ആക്ച്വലി 16. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് റൂട്ട് 18 കിട്ടും. ശരി, റൂട്ട് 18. എ ബി കണ്ടെത്തിയതുപോലെ തന്നെ നിങ്ങൾ അടുത്തത് കണ്ടെത്താൻ പോകുന്നത് ബി സി. ബി സി ഒന്ന് കണ്ടെത്തി നോക്ക്. ബി സി കണ്ടെത്തുന്ന സമയത്ത് നോക്കുക, ഇങ്ങനെ കിട്ടുക റൂട്ട് ഓഫ് x2 - x1 4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1, അതായത് 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ് ഓക്കെ -6 ദാ നോക്ക്, -6 മൈനസ് ഇവിടെ -6 -6 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 4 - 1 3, 3യുടെ സ്ക്വയർ 9, 9 - 6 3, 3യുടെ സ്ക്വയർ 9 ആൻഡ് പ്ലസ് -6 + 6 0, 0യുടെ സ്ക്വയർ 0. അപ്പോൾ ആൻസർ കിട്ടുക എത്രയാണ്? റൂട്ട് 18 എന്ന് കിട്ടും. റൂട്ട് 18. അപ്പോൾ നോക്ക്, ഐസോസിലസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. 2 സൈഡ് ഓൾറെഡി ഈക്വൽ ആണെന്ന് കിട്ടി. ദാ ഇനി നിങ്ങൾ ബാക്കിയുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ട്രയാങ്കിൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എ ബി സി, ഇവിടെ എ ബിയും ബി സിയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ എ ബി ആൻഡ് ബി സി ആർ ഈക്വൽ. സോ ഇറ്റ് ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിർത്താം. ഐസോസിലസ് ട്രയാങ്കിൾ വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കി, ലാസ്റ്റ് ചോദ്യം. വെരിഫൈ ദാറ്റ് 3 പോയിന്റ് തന്നിട്ടുണ്ട്. ആർ ദ വെർട്ടിസസ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ വെർട്ടെക്സുകളാണ് നിങ്ങൾ ഷോ ചെയ്യേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഏതാ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ മനസ്സിലാക്കുക? ലാർജസ്റ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും എന്ത് ഹൈപ്പോട്ടന്യൂസ് വരിക. ലാർജസ്റ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നിങ്ങളുണ്ടല്ലോടാ, ഞാൻ ഇതിന് എ ബി സി എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് x1 y1 z1 എന്നും x2 y2 z2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തോ. അടുത്ത് കൊടുക്കുമ്പോൾ മാറ്റിയാൽ മതി. ഞാൻ ആദ്യം എ ബിയുടെ ലെങ്ത് കാണുകയാണ്. എ ബി ഈസ് ഈക്വൽ ടു, എ ബിയുടെ ലെങ്ത് കണ്ടോ നിങ്ങൾ, x2 - x1 ഹോൾ സ്ക്വയർ -1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ, അതായത് 6 - 10 ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇതാ റൂട്ട് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ -1 - 0 -1 -1ന്റെ സ്ക്വയർ 1 പ്ലസ് 6 - 7 -1 -1ന്റെ സ്ക്വയർ എഗെയിൻ 1 6 - 10 -4 -4ന്റെയും 4ന്റെയും സ്ക്വയർ 16. അപ്പോൾ 16 റൂട്ട് ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടി? റൂട്ട് 18. 16 1 1 18. അപ്പോൾ റൂട്ട് 18. ഇനി അതേപോലെ എ ബി കണ്ടതുപോലെ തന്നെ ബി സി കണ്ടെത്തിക്ക്. ബി സി കണ്ടെത്തുന്ന സമയത്ത് ബി സി കണ്ടെത്തുമ്പോണ്ടല്ലടാ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിന് x2 y2 z2 കൊടുത്താൽ അത് x1 y1 z1 കൊടുക്കണം. അത് നിർബന്ധം. ഇതാണ് x1 y1 z1 എടുക്കുന്നതെങ്കിൽ ഇത് x2 y2 z2 എടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നോക്ക്, x2 - x1 ഞാൻ -4 x2 ആയിട്ട് എടുത്തു. മൈനസ് x1 എന്ന് പറഞ്ഞാൽ -1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 9 - 6 9 - 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 6 - 6 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ടും കൂടി കൊടുത്താൽ പെർഫെക്റ്റ്. -1 + 1 എന്ന് വരും. -1 + 1 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ ഇത് -3² പ്ലസ് 3² പ്ലസ് 0² എന്നാണ് വരിക. ശരിയല്ലേ? നോക്ക്, -3യുടെ സ്ക്വയർ 9 അല്ലേ, 3യുടെ സ്ക്വയറും 9 അല്ലേ, ഇത് 0യും. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയ റൂട്ട് 18 കിട്ടി. എ ബിയും കിട്ടി, ബി സിയും കിട്ടി. ഇനി ഒരൊറ്റ ആളും കൂടി മതി. ആരാ? എ സി. എ സിയും കൂടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയല്ലോ. അതായത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിച്ചോ. ഇങ്ങനെ വരയ്ക്കാം, എ ബി സി.
ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ 3 സൈഡും കണ്ടെത്തിയിട്ട് നമുക്ക് ഏതാ ഹൈപ്പോട്ടന്യൂസ് എന്ന് തീരുമാനിക്കാം. ഞാൻ ഇനി AC കൂടി കണ്ടെത്തുന്ന സമയത്ത് AC കേട്ടോ. അപ്പം ശ്രദ്ധിച്ചോ, X1 Y1 Z1 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. നോക്ക്, x2 minus x1 -4 minus 0 whole square plus y2 minus y1 9 minus 7 the whole square plus z2 minus z1 6 minus 10 the whole square 6 minus 10 the whole square. ഓക്കെ, എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കേ. -4 minus 0 എന്ന് പറഞ്ഞാൽ -4 -4ന്റെ സ്ക്വയർ പ്ലസ് 9 minus 7 2ന്റെ സ്ക്വയർ പ്ലസ് 6 minus 10 -4 -4ന്റെ സ്ക്വയർ എല്ലാം കൂടി കൂട്ടി എഴുതിയാൽ നമുക്ക് 16 പ്ലസ് 2ന്റെ സ്ക്വയർ 4 പ്ലസ് ഇതും 16 കിട്ടും. 16 4 20 20 16 36, അതായത് √36 എന്ന് കിട്ടും. √36 6 ആണെന്ന് എനിക്കും അറിയാം, പക്ഷെ അതവിടെ നിന്നോട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഈ തന്നിട്ടുള്ളതിൽ വെച്ച് ലാർജസ്റ്റ് സൈഡ് ഇപ്പോൾ ഏതാ? √36, √18, √18. √36 can be considered as hypotenuse. അതെന്തുകൊണ്ടാ? ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് സൈഡ്. അതെപ്പോഴും ശ്രദ്ധിക്കണം, ലാർജസ്റ്റ് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം, നോക്കി, ബൈ പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം പ്രകാരം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇങ്ങനെയല്ലേ? ഇത് കറക്റ്റ് ആണോ കിട്ടുന്നത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്യ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ, ഞാൻ ആദ്യം ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ നോക്കാം. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് സൈഡ്, അതായത് AC. അപ്പോൾ ACയുടെ സ്ക്വയർ, അതായത് √36ന്റെ സ്ക്വയർ. നോക്ക്, സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ചെയ്തിട്ട് ആ നമ്പർ കിട്ടും 36. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അപ്പോൾ എത്രയാണ്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 പ്രശ്നമില്ല. ഇനി ഞാൻ ബാക്കിയുള്ള രണ്ടെണ്ണം, അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും അതേ 36 ആണോ കിട്ടുക എന്നുള്ളത് നോക്കുകയാണ്. ബേസ് ബാക്കിയുള്ള രണ്ടെണ്ണം, അതിൽ ഏത് ബേസ് എടുത്താലും ഏത് ഓൾട്ടിറ്റ്യൂഡ് എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ √18ന്റെ സ്ക്വയർ പ്ലസ് √18ന്റെ സ്ക്വയർ എന്ന് എഴുതി. നോക്ക്, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ 18, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ 18, 18 പ്ലസ് 18 36, രണ്ടും സെയിമാ. അപ്പോൾ അതാ നോക്ക്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് കറക്റ്റ് ആണെങ്കിൽ സോ പോയിന്റ്സ് ആർ വേർട്ടിസസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഇത്രയേ ഉള്ളൂ പരിപാടി. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇത് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഈ ഒരു ചാപ്റ്ററിൻ്റെ നമ്മൾ ഈ ഒരു നോട്ട്സ്, ഈ ഒരു PDF കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.